Hi dear friends, welcome to yet another session of Mission Banker. Yes. അപ്പോൾ മിഷൻ ബാങ്കറിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് വെർബിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ. വെർബിനെ നമ്മൾ പറഞ്ഞു 4 പാർട്സായി ഡിവൈഡ് ചെയ്തായിരുന്നു. ആ 4 പാർട്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് പാർട്ടായ ടെൻസസ് എന്നുള്ള ആ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? കുറച്ച് ടെൻസസിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. ആ ടെൻസസിൻ്റെ കോൺസെപ്റ്റ് കുറച്ചും കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും അതേപോലെ ടെൻസസ് അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വെർബും ടെൻസസ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിലുള്ള കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. യെസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഈ ഒരു നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. നമ്മൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. യെസ്. പൊതുവേ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അല്ലേ. അപ്പോൾ ടെൻസസ് കുറേ പേർക്ക് ഭയങ്കര ടഫായി ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക ആ ഒരു കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആസ് യൂഷ്വൽ ഇന്ന് നമ്മൾ നമ്മുടെ ടെൻസസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോയാലോ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. You will not succeed until you will emphasize at the dogma of hardship in life. Yes. ഡോഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് ആണ്. ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് ആണ്. നമ്മൾ എന്താ പറയുക ഒരു എന്താ പറയുക നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് അതിൻ്റേതായ നമ്മുടേതായ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ കുറേ വിശ്വാസങ്ങൾ നമുക്കുണ്ടാവും. നമ്മൾ അടിച്ചേൽപ്പിച്ച കുറച്ച് വിശ്വാസങ്ങൾ ഉണ്ടാവുമല്ലോ. സോ അതിനെയൊക്കെയാണ് നമ്മൾ ഡോഗ്മ എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണം. യെസ്. അപ്പോൾ ഇവിടെ യു വിൽ നോട്ട് സക്സീഡ് അൺടിൽ യു വിൽ എംഫസൈസ് അറ്റ് ദ ഡോഗ്മ ഓഫ് ഹാർഡ്ഷിപ്പ് ഇൻ ലൈഫ്. അതായത് ലൈഫിലെ ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുകളാണ്. അതിനെക്കുറിച്ചിട്ടുള്ള വിശ്വാസങ്ങളിലും കാര്യങ്ങളിലൊക്കെ എംഫസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ യെസ് നമ്മൾ അതിൽ എന്താ പറയുക ഒരു ശ്രദ്ധ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഊന്നി പറയുക, ഒരു ഊന്നൽ കൊടുക്കുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എംഫസൈസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നീ സക്സസ് ആവില്ല ലൈഫിൻ്റെ ഹാർഡ്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള വിശ്വാസങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഊന്നൽ കൊടുക്കുന്നത് വരെ നീ സക്സസ് ആവില്ല എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഈ സെൻറ്റൻസിലുള്ള എറർ എന്താണ് നമുക്കറിയാം. ഒരു സെൻറ്റൻസ് ഉണ്ട്, അതിൽ 2 ഫ്യൂച്ചർ ആക്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സക്സസ് ആവുക എന്നുള്ളത് ഒരു ഫ്യൂച്ചർ ആക്ഷനാണ്. അതേപോലെ ഡോഗ്മയിൽ എംഫസൈസ് ചെയ്യുക എന്നുള്ളത് ആ കാര്യങ്ങളിൽ വിശ്വാസങ്ങളിൽ എംഫസൈസ് ചെയ്യുക എന്നുള്ളതും ഒരു ഫ്യൂച്ചർ ആക്ഷനാണ്. അപ്പോൾ 2 ഫ്യൂച്ചർ ആക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊന്ന് കണ്ടീഷണൽ പാർട്ടാണെങ്കിൽ ആ കണ്ടീഷണൽ പാർട്ടിൽ ഏത് ടെൻസാണ് വരേണ്ടത്? നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് വരേണ്ടത്. കണ്ടീഷണൽ പാർട്ട് അൺടിൽ എന്ന് പറയുന്ന വേർഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അൺടിൽ, അൺലെസ് ഇങ്ങനെയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കുറച്ച് വേർഡ്സ്. പ്രൊവൈഡഡ് ദാറ്റ്, ഗിവൺ ദാറ്റ്, അല്ലെങ്കിൽ എന്താണ് പറയുക ഇഫ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കണ്ടീഷണൽ വേർഡ്സ് ആണ്. അപ്പോൾ അൺടിൽ തൊട്ട് ഈ ഹാർഡ്ഷിപ്പ് ഇൻ ലൈഫ് വരെ ഉള്ളതാണ് എന്ത് നമ്മുടെ കണ്ടീഷണൽ പാർട്ട്. സോ നമുക്കറിയാം കണ്ടീഷണൽ പാർട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് വരേണ്ടത്. സോ വില്ല് വേണ്ട, യു വില്ലല്ല, യു എംഫസൈസ് ആണ്. അപ്പോൾ യു വിൽ നോട്ട് സക്സീഡ് അൺടിൽ യു എംഫസൈസ് അറ്റ് ദി ഡോഗ്മ ഓഫ് ഹാർഡ്ഷിപ്പ് ഇൻ ലൈഫ്. മനസ്സിലായല്ലോ? യെസ്. Okay. It is high time you should leave now for the sake of your own well-being. Yes, your own well-being. It is high time you should leave now for the sake of your own well-being. Sake എന്തെങ്കിലും ഒരു കാര്യത്തിന് for the sake of so and so എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ for the sake of എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നെയിം സേക്ക് എന്നൊരു വേർഡ് ഉണ്ട്.
നെയിം സേക്ക്, ഒരു വേർഡല്ല, ഒരു ഫ്രേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തെങ്കിലും ഒരു കാര്യം അയാൾ വെറുതെ നെയിം സേക്കിന് വേണ്ടി ചെയ്യുവാന്ന് പറഞ്ഞാൽ അയാൾ ഒരു പേരിന് വേണ്ടി ചെയ്യണ ഒരു കാര്യമാണെന്നുള്ളൊരു മീനിങ്ങിലാണ്. ജസ്റ്റ് ചുമ്മാ പേരിന് വേണ്ടിയിട്ടാണ് അയാൾ അത് ചെയ്തു പോകണം, അല്ലാതെ അയാൾക്ക് അതിലൊരു ഡെഡിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ അതിലെന്താ പറയുക, അതിലൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല, വെറുതെ ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ചെയ്തു പോവാന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ നെയിം സേക്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. ഐ എം ഡൂയിങ് ദിസ് ജസ്റ്റ് ഫോർ യുവർ സേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാനിത് ചെയ്യണത് നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. സോ അങ്ങനെ. അപ്പം സേക്ക് എന്ന് പറയുമ്പം അതിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണോ, വാട്ട് എവർ ഇറ്റ് മീൻ, അത് ഏത് കാര്യമായാലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട്, അവൾക്ക് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട്, ഫോർ ഹിസ്, അങ്ങനെയൊക്കെ എന്താ പറയുക, ഫോർ ഹിസ് സേക്ക്, ഫോർ ഹെർ സേക്ക്, ഓർ ഫോർ യുവർ സേക്ക്, അല്ലെങ്കിൽ ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് സേക്ക്, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ അതിൻ്റെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാന്ന് പറയണ മീനിങ്ങിലാണ് നമ്മൾ സേക്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇറ്റ് ഈസ് ഹൈ ടൈം യു ഷുഡ് ലീവ് നൗ ഫോർ ദ സേക്ക് ഓഫ് യുവർ ഓൺ വെൽ ബീയിങ്. വെൽ ബീയിങ് എന്ന് പറഞ്ഞാൽ നിൻ്റെ നന്മയ്ക്ക്. ഓക്കെ, വെൽ ബീയിങ് എന്ന് പറയുമ്പോൾ നിൻ്റെ നന്മയ്ക്ക് അല്ലേ. വെൽ ബീയിങ് എന്ന് പറഞ്ഞാൽ അതാണ് നല്ലതിന്, നന്മയ്ക്ക് എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ വെൽ ബീയിങ് എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നീ ഇവിടെ നിന്ന് പോകേണ്ട സമയമായി, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നീ ഇതിനോടകം ഇവിടെ നിന്ന് പോകേണ്ടതായിരുന്നു, ഇപ്പം എന്തായാലും പോയേ മതിയാവൂ എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഇറ്റ് ഈസ് ഹൈ ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടൈം, ഓർ ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇങ്ങനത്തെ രീതിയിലുള്ള ഫ്രേസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരേണ്ട ടെൻസ് ഏതാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷേ ഇവിടെ യു ഷുഡ് ലീവ് എന്ന് പറഞ്ഞൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളത്. യു ഷുഡ് ലീവ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഒക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മളിവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്, യു ഷുഡ് ലീവ് അല്ല, യു ലെഫ്റ്റ് ആണ്. യു ഷുഡ് ലീവ് അല്ല, യു ലെഫ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഹൈ ടൈം യു ലെഫ്റ്റ് നൗ ഫോർ ദ സേക്ക് ഓഫ് യുവർ ഓൺ വെൽ ബീയിങ്. മനസ്സിലായല്ലോ? യെസ്. സിമ്പിളാണ് നമ്മുടെ ടെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ 2 സെഷൻസിലുള്ള നമ്മൾ എക്സാമ്പിൾസ് മാത്രം ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സെൻറ്റൻസസ് ഒക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. നമുക്ക് റൂൾസും കാര്യങ്ങളും കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. യെസ്. ദിസ് പ്രോപ്പർട്ടി ഈസ് ബിലോങ്ങിങ് ടു മീ. This property is belonging to me and I will possess the same next year as per the accord. Okay. Yes. As per the accord. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇപ്പം എൻ്റെയാണ്. ബിലോങ് എന്ന് പറയുമ്പം യെസ്, ഈ പ്രോപ്പർട്ടി ഇപ്പം എൻ്റെയാണ്. നെക്സ്റ്റ് അടുത്ത കൊല്ലവും ഈ പ്രോപ്പർട്ടി ഞാനായിരിക്കും പൊസസ് ചെയ്യുന്നത്. നമ്മുടെ എഗ്രിമെൻറ്റിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോഴും എൻ്റെ കയ്യിലാണുള്ളത്. നെക്സ്റ്റ് ഇയറിലും ഈ പ്രോപ്പർട്ടി പൊസസ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ എന്താണ് ഈ സെൻറ്റൻസിലുള്ള എറർ നോക്കിക്കോളൂ. ബിലോങ്ങിങ്. നമ്മൾ പറഞ്ഞായിരുന്നു വെർബ് 2 ടൈപ്പ് ഉണ്ട്, സ്റ്റേറ്റ് വെർബ്സ് ഉണ്ട്, ആക്ഷൻ വെർബ് ഉണ്ട് അല്ലേ. അപ്പോൾ ആക്ഷൻ വെർബിന് നമുക്ക് കോണ്ടിന്യൂസ് ഫോം ഉണ്ട്, പക്ഷേ സ്റ്റേറ്റ് വെർബിന് നമുക്ക് കോണ്ടിന്യൂസ് ഫോം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സ്റ്റേറ്റ് വെർബ്സ് ഏതൊക്കെയാണെന്ന് നമ്മുടെ എന്താ പറയുക ടെൻസസിൻ്റെ സെഷനിൽ ലാസ്റ്റ് കുറച്ച് സ്പെഷ്യലായ അല്ലെങ്കിൽ അഡീഷണലായ കാര്യങ്ങൾ, വെർബിനെ വെച്ചിട്ടുള്ള അഡീഷണലായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ സ്റ്റേറ്റ് വെർബ്സ് ഏതൊക്കെയാണ്, അതിൽ കുറച്ച് എക്സെപ്ഷണൽ കേസസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ് വെർബ്, ആക്ഷൻ വെർബ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെഷൻ പോയി അല്ലെങ്കിൽ ആ വീഡിയോ പോയി ചെക്ക് ചെയ്താൽ മതി. അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബിലോങ് എന്ന് പറയുന്ന വേർഡ് എന്താണ്, ആക്ച്വലി അതൊരു സ്റ്റേറ്റ് വെർബാണ്. സ്റ്റേറ്റ് വെർബിന് ഒരിക്കലും കോണ്ടിന്യൂസ് ഫോം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും എന്ത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് അതാണ് നമ്മൾ യൂസ് ചെയ്യണത്. എന്തിന്, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യണം. ഒരിക്കലും അതിന് കോണ്ടിന്യൂസ് ഫോം ഉണ്ടാവില്ല. അപ്പോൾ ദിസ് പ്രോപ്പർട്ടി ഈസ് ബിലോങ്ങിങ് അല്ല, ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ആണ്. ഇവിടെ വരുന്ന വെർബ്, നമ്മുടെ ഹെൽപ്പിംഗ് വെർബ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈസ് ബിലോങ് എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഈസ് ബിലോങ് എന്നല്ല, ഇസും ഒരു സ്റ്റേറ്റ് വെർബും. ഓക്കെ, അതായത് സ്റ്റേറ്റ് വെർബ് അതിൻ്റെ കൂടെ ഇസ്സാണ് വരുന്നതെങ്കിൽ, സ്റ്റേറ്റ് വെർബിൻ്റെ കൂടെ ഇസ്സാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് മാറ്റേണ്ടത്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലേക്ക് നമ്മൾ മാറ്റും. ഇനി സ്റ്റേറ്റ് വെർബിൻ്റെ കൂടെ വാസ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ മാറ്റും.
ഇനി സ്റ്റേറ്റ് വെർബിൻ്റെ കൂടെ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്നൊക്കെ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഹാസ് ഓർ ഹാവ് ബീൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും. ഇനി അതല്ല ഹാഡ് ബീൻ എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഹാഡ് ബീൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും. ചുരുക്കി പറഞ്ഞാൽ അതിന് എന്തില്ല? കോണ്ടിന്യൂസ് ടെൻസ് ഇല്ല. ഇസും വാസും നമ്മൾ സിമ്പിൾ എന്താണ് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസിൽ ഇസ് അല്ലെങ്കിൽ ആം ഒക്കെ അല്ലെങ്കിൽ ആർ നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ അതേപോലെയാണ് ഇസ്, ആർ, ആം, അതേപോലെ വാസ് ഓർ വെയർ അല്ലേ. അതുപോലെ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ വാസും വെയറൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസിലായിരിക്കും നമ്മൾ ഹാസും ഹാവ് ബീനൊക്കെ യൂസ് ചെയ്യണത്. പാസ്റ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യണം. അപ്പം ഒരിക്കലും നമുക്ക് എന്തില്ല? സ്റ്റേറ്റ് വെർബിന് നമുക്ക് എന്തില്ല? സ്റ്റേറ്റ് വെർബിന് നമുക്ക് കോണ്ടിന്യൂസ് ടെൻസ് ഇല്ല. മനസ്സിലായല്ലോ? യെസ്. ഈ ബിലോങ് എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വെർബാണ്. നമുക്ക് എക്സാമിനേഷനിൽ നമുക്ക് കൂടെ ചോദിച്ച് കാണാറുണ്ട്. ഒരു സെൻറ്റൻസ് ഞാൻ ഇവിടെ എഴുതാം. നോക്കിക്കോളൂ. യു ആർ ബിലോങ്ങിങ് ടു ദിസ് ഫാമിലി. യു ആർ ബിലോങ്ങിങ് ടു ദിസ് ഫാമിലി. ചിലപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഈ കുടുംബത്തിലാണ്, ഈ കുടുംബത്തിലുള്ള ഒരു അംഗമാണ്, അല്ലെങ്കിൽ നീ ഈ കുടുംബത്തിലുള്ളതാണ് എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് തരുമ്പോൾ നമുക്കിത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരു എററും നമുക്ക് ഫീൽ ചെയ്യില്ല ഈ സ്റ്റേറ്റ് വെർബ് ആക്ഷൻ വെർബ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഐഡിയ ഇല്ലാണ്ട് വരുമ്പം. അപ്പോൾ നമുക്കറിയാം ബിലോങ് എന്നുള്ളതൊരു സ്റ്റേറ്റ് വെർബാണ്. ആർ ബിലോങ്ങിങ് അല്ല, ബിലോങ് ആണ്. മനസ്സിലായല്ലോ? ആർ ബിലോങ്ങിങ് അല്ല, ബിലോങ് ആണ്. അപ്പം ഓർത്തിരിക്കുക, സ്റ്റേറ്റ് വെർബിന് ഒരിക്കലും എന്തില്ല? കോണ്ടിന്യൂസ് ടെൻസ് ഇല്ല. കോണ്ടിന്യൂസ് ടെൻസിൽ സ്റ്റേറ്റ് വെർബ് തരുമ്പം നമുക്കത് വായിക്കുന്ന സമയത്ത് എറർ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. സ്റ്റേറ്റ് വെർബ് ആക്ഷൻ വെർബ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക്. യെസ്. We did not decide yet what has to be done in the context to overcome these problems. Okay, overcome these problems. We did not decide yet what has to be done in the context to overcome. ഈ പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് എറർ നോക്കിക്കോളൂ. യെറ്റ് അല്ലെങ്കിൽ നോട്ട് യെറ്റ്, ഓർ എൽസ് എന്താണ് ആസ് യെറ്റ്, അതും അല്ലെങ്കിൽ നെവർ, എവർ അല്ലേ, ജസ്റ്റ് നൗ, റീസെൻ്റ്ലി, ഇങ്ങനെയുള്ള ചില വേർഡ്സിൻ്റെ കൂടെ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യാറ്? വി യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ ടെൻസസിൻ്റെ ആ കാര്യങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്ത് ആ ഒരു പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെഷൻ പോയി കണ്ടാൽ മതി. അതായത് ഓരോ ടെൻസും അത് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യണേ, അതിൻ്റെ സിൻടാക്സ് എന്താണ്, അത് ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ ചില കേസസിൽ ഹാവ് യൂസ് ചെയ്യും, ചില കേസസിൽ ഹാസ് യൂസ് ചെയ്യും. സോ ഏതിൻ്റെയൊക്കെ കൂടെയാണ് ഹാസ് വന്നെ, അല്ലെങ്കിൽ ഏതിൻ്റെയൊക്കെ കൂടെയാണ് ഹാവ് വന്നെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ പാർട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓരോ ടെൻസിൻ്റെയും സിൻടാക്സും അതേപോലെ ഓരോ ടെൻസിൻ്റെയും എന്താ പറയുക, അത് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അക്കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോയ ഒരു കാര്യമാണ് യെറ്റ് അല്ലെങ്കിൽ സോഫാർ, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ വരുമ്പം നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് യൂസ് ചെയ്യണേ. ഇവിടെ വി ആണ്, സോ ഹാവ് നോട്ട്. വി ഹാവ് നോട്ട് ഡിസൈഡഡ് യെറ്റ് വാട്ട് ഹാസ് ടു ബി ഡൺ ഇൻ ദി കോണ്ടെക്സ്റ്റ് ടു ഓവർകം ദീസ് പ്രോബ്ലംസ്. ഹാവ് പ്ലസ് V3 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മൾ പാസ്റ്റ് ടെൻസ് ഇപ്പം നമ്മൾ പറയുവാണ് ഷീ നോസ് എന്ന് പറയുമ്പം ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. SPT നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയാം. ഓക്കെ, ഇതെന്താണ്? ഇത് പോസിറ്റീവാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. ഒരു പക്ഷേ നമുക്കിപ്പോൾ അവൾക്ക് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഈ പെണ്ണിന്, ഇപ്പോൾ ഒരു പെങ്കൊച്ചിന് എന്തെങ്കിലും ഒരു കാര്യം ഷീ നോസ് ഇംഗ്ലീഷ് വെൽ എന്ന് ഞാൻ പറയാം, അവൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, അത് പോസിറ്റീവായ ഒരു കാര്യമാണ്.
അപ്പോൾ അവൾക്ക് ഇനി ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. ഒരു നെഗറ്റീവായ ഒരു കാര്യം പറയുമ്പം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെ പറയും? ഡസ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും. ഡസ് പ്ലസ് നോട്ട്, ഡസ് നോട്ട് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഡസ് അല്ലെങ്കിൽ ഡു ആണ് വരിക. ഓക്കെ, നോക്കിക്കോളൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ പറയുവാണെങ്കിൽ, ഇത് നമ്മൾ ടെൻസസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് സിംപ്ലി നമ്മൾ സബ്ജക്റ്റ് ഉണ്ടാവും, വെർബിൻ്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ വെർബിൻ്റെ ഫിഫ്ത്ത് ഫോം. ഫിഫ്ത്ത് ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ സിംഗുലർ ഓർ പ്ലൂരൽ അങ്ങനെ എഴുതാം. വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൽ സിംഗുലർ ഓർ പ്ലൂരൽ ആയിരിക്കും അല്ലെ, ഒന്നെങ്കിൽ സിംഗുലർ ആയിരിക്കും അല്ലെങ്കിൽ പ്ലൂരൽ ആയിരിക്കും. സോ ഇനി വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൽ സിംഗുലർ ആണ്. ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ്? സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോഴാണ് വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ സിംഗുലർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പം ഡസ് നോട്ട് പ്ലസ് V1 ആണ് നമ്മൾ യൂസ് ചെയ്യുക. മറിച്ച് നമ്മുടെ വെർബ് പ്ലൂരൽ ആണ്. ഇപ്പോൾ ദേ നോയാണ് അതിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് പറയേണ്ടതെങ്കിൽ ഡു നോട്ട് പ്ലസ് V1 ആണ് വരേണ്ടത്. ഡു നോട്ട് പ്ലസ് V1 ആണ് വരേണ്ടത്. ഇൻ കേസ് നമുക്ക് പറയാനുള്ളത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഷീ ന്യൂ അല്ലെങ്കിൽ ദേ ന്യൂ എന്ന് പറയും. ഷീ ഓർ ദേ ന്യൂ എന്ന് പറയും. ഇത് ഏത് കേസാണ്? ഇത് പോസിറ്റീവാണ്. ഇത് ഏത് കേസാണ്? ഇത് പോസിറ്റീവാണ്. നമുക്ക് പറയാനുള്ളത് നെഗറ്റീവാണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് പറയാനുള്ളത് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1 യൂസ് ചെയ്യും. ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1 യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? ഡിഡിൻ്റെ കൂടെ ആയാലും ഡസിൻ്റെ കൂടെ ആയാലും ഡൂടെ കൂടെ ആയാലും വെർബ് വരുമ്പം അത് എന്താണ് വരേണ്ടത്? എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വരേണ്ടത്. വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വരേണ്ടത്. മനസ്സിലായല്ലോ? ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോഴാണ്, ഇത് അസേർട്ടീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ. ഒരു പക്ഷേ ഇൻട്രോഗേറ്റീവ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സിമ്പിളായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്താണ് ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ? ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പം ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നമ്മൾ 4 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. ഡൗട്ട്സ് ഉള്ളവർ ആ സെഷൻ പോയി കണ്ടാൽ മതി. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം അതിൽ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് വരേണ്ടത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടേണ്ട ആൻസർ ഷീ നോസ് എന്നാണ്, അല്ലെങ്കിൽ ദേ നോ എന്നാണ്. ഇങ്ങനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എനിക്ക് കിട്ടേണ്ടതെങ്കിൽ നോക്കിക്കോളൂ. ഇവിടെ കിട്ടേണ്ട വെർബ്, ഇവിടുത്തെ വെർബ് ഫസ്റ്റ് ഫോമും അതേപോലെ അതിൻ്റെ സിംഗുലറുമാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ആൻസറിൽ കിട്ടേണ്ട വെർബ് ഫസ്റ്റ് ഫോമും അതേപോലെ സിംഗുലറും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കും? ഡസ് ഷീ നോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഡസിൻ്റെ കൂടെ ആയാലും ഡൂടെ കൂടെ ആയാലും ഡിഡിൻ്റെ കൂടെ ആയാലും വെർബ് വരുമ്പോൾ ഫസ്റ്റ് ഫോമാണ് വരേണ്ടത്. അതിൻ്റെ ആൻസർ വരുമ്പം ഇവിടെ ഡസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വെർബ് സിംഗുലർ ആണ്. സോ ഷീ നോസ് എന്ന് വരും. ഇനി ദേ നോ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? ഡു ദേ നോ എന്ന് യൂസ് ചെയ്യും. ഡു ദേ നോ എന്ന് യൂസ് ചെയ്യും. ഇത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ഇത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടതെങ്കിൽ. ഇൻ കേസ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ദേ ഓർ ഷീ ന്യൂ എന്നാണെങ്കിൽ, ദേ ഓർ ഷീ ന്യൂ എന്നാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഡിഡ് ഷീ ഓർ ദേ നോ, ഡിഡ് ഷീ ഓർ ദേ നോ എന്ന് കൊടുക്കാം. മനസ്സിലായാലും ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവണം. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ എൻഡിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അല്ലേ? യെസ്. അപ്പം മനസ്സിലായല്ലോ, നമുക്ക് കിട്ടേണ്ട ആൻസർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡു ആണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഡസ് യൂസ് ചെയ്യും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഡു യൂസ് ചെയ്യും. ഇനി
അതേപോലെ ദേ ഓർ ഷീ ന്യൂ, പാസ്റ്റ് ടെൻസ് ആണ് കിട്ടേണ്ടതെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമുക്ക് ഡിഡ് യൂസ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് നോട്ട് ഇട്ട് വരുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഡസ് നോട്ട് യൂസ് ചെയ്യും. നമ്മൾ ഡസ് നോട്ട് യൂസ് ചെയ്യും. എന്നിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുക. വെർബിൻ്റെ ഫസ്റ്റ് ഫോമും അതിൻ്റെ പ്ലൂറൽ ഫോമും. മനസ്സിലായല്ലോ? അതേപോലെ ഉള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു എന്താണ് പറയുക, പ്ലൂറൽ, നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡു നോട്ടും അതേപോലെ വെർബിൻ്റെ ഫസ്റ്റ് പ്ലൂറൽ ഫോം യൂസ് ചെയ്യും. അതേപോലെ നമുക്ക് കിട്ടേണ്ട ആൻസർ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ന്യൂ അല്ലെങ്കിൽ കെയിം, അങ്ങനെയുള്ള പാസ്റ്റ് ടെൻസ് ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? ഡിഡ് നോട്ട് യൂസ് ചെയ്യും. എന്നിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോം അതിൻ്റെ പ്ലൂറൽ ഫോം യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഡിഡ് നോട്ട് എന്ന് നിങ്ങൾക്ക് സെൻറ്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആണ്? അത് പാസ്റ്റ് ടെൻസ് ആണ്. ഡു നോട്ട് എന്നോ അല്ലെങ്കിൽ ഡസ് നോട്ട് എന്നോ നിങ്ങളുടെ സെൻറ്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആണ്? അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കണേ. ഡു ഓർ ഡസിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ആൻസർ ഏത് ടെൻസിലായിരിക്കണം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. ഡിഡിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മുടെ ആൻസർ ഏത് ടെൻസിലായിരിക്കണം? നമ്മുടെ ആൻസർ സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. Several new performers are appearing on the stage and planning to perform Hamlet. Okay. അപ്പോൾ ഒരുപാട് പുതിയ പെർഫോമേഴ്സ് സ്റ്റേജിൽ അപ്പിയർ ചെയ്യുകയാണ്, സ്റ്റേജിൽ വരാൻ പോവാണ് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്ലാനിങ് ടു പെർഫോം ഹാംലെറ്റ് പെർഫോം ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്കറിയാം അപ്പിയർ എന്നുള്ളത് എന്ത് വെർബാണ്? നമ്മൾ പഠിച്ചതാണ്. അപ്പിയർ എന്നുള്ളത് സ്റ്റേറ്റ് വെർബാണ്. അപ്പോൾ കുറേ പേര് വിചാരിക്കും, ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ, അപ്പിയർ എന്നുള്ളത് സ്റ്റേറ്റ് വെർബാണെങ്കിൽ സ്റ്റേറ്റ് വെർബിന് എന്തില്ല? കോണ്ടിന്യൂസ് ടെൻസ് ഇല്ല. സോ ആർ അപ്പിയറിങ് ആവില്ല, അപ്പിയർ എന്നായിരിക്കും എന്ന് കുറേ പേര് വിചാരിക്കും. പക്ഷെ ഞാൻ പറയുവാണ് ഇവിടെ അപ്പിയർ അല്ല, ആർ അപ്പിയറിംഗ് എന്നുള്ളത് കറക്റ്റായ യൂസേജ് ആണ്. നമ്മൾ സ്റ്റേറ്റ് വെർബ്സിൻ്റെ കാര്യം പഠിച്ച സമയത്ത് നമ്മൾ കുറച്ച് എക്സെപ്ഷണൽ കേസസ് ആയ വെർബിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു അല്ലേ? സീ, ഹിയർ, അല്ലെങ്കിൽ സ്മെൽ, ടേസ്റ്റ്, അപ്പിയർ, അല്ലെങ്കിൽ ഹാവ്, ഇങ്ങനത്തെ കുറച്ച് വെർബ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ വെർബിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു മീനിങ്ങിൽ ആ വെർബ് യൂസ് ചെയ്യുമ്പം നമുക്കതിന് കോണ്ടിന്യൂസ് ഫോം ഇല്ല, അത് സ്റ്റേറ്റ് വെർബായിട്ട് ആക്ട് ചെയ്യും. മറിച്ച് ആ സെയിം വെർബിനെ വേറൊരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേറ്റ് വെർബായിട്ടല്ല, അത് ആക്ഷൻ വെർബായിട്ടാണ് എന്താ പറയുക ആക്ട് ചെയ്യണത്. അപ്പോൾ സ്റ്റേറ്റ് വെർബായിട്ടാണ് ആക്ട് ചെയ്യണതെങ്കിൽ അവിടെ ആ കേസിൽ അതിന് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവില്ല. ആക്ഷൻ വെർബായിട്ടാണ് ആ വെർബ് ആക്ട് ചെയ്യണതെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ മീനിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു മീനിങ്ങിൽ നമ്മൾ ആ വെർബ് യൂസ് ചെയ്യുമ്പം അതിന് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവും. അപ്പോൾ അപ്പിയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് സീം, അങ്ങനെ തോന്നി, ഇറ്റ് അപ്പിയേർഡ് ഗുഡ്, അല്ലെങ്കിൽ ഷീ അപ്പിയേഴ്സ് ഗുഡ്, ഷീ അപ്പിയേഴ്സ് നൈസ്, എനിക്ക് അവളെ കാണുമ്പോൾ അവൾ നല്ലതായിട്ട് തോന്നി എന്നുള്ള ആ ഒരു മീനിങ്ങിൽ, അങ്ങനെ തോന്നുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ അതിന് എന്തില്ല? അതിന് കോണ്ടിന്യൂസ് ഫോം ഇല്ല. ബിക്കോസ് അവിടെ അത് സ്റ്റേറ്റ് വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഒരാൾ നമുക്ക് നല്ലതായി തോന്നിക്കൊണ്ടിരിക്കില്ല, അയാളെ എനിക്ക് കണ്ടപ്പം നല്ലതായിട്ട് തോന്നി അല്ലേ? സോ ആ ഒരു മീനിങ്. പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ അതിന് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. ഇവിടെ നോക്കിക്കോളൂ, സ്റ്റേജിൽ പുതിയ പെർഫോമേഴ്സ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള മീനിങ്ങിലാണ്, അല്ലാതെ അങ്ങനെ കുറേ സ്റ്റേജിൽ കുറേ പുതിയ പെർഫോമേഴ്സിന് തോന്നി എന്നുള്ള ഒരു മീനിങ്ങിലല്ല. സോ അതുകൊണ്ട് ആർ അപ്പിയറിംഗ് എന്നുള്ളത് എന്താണ്? കറക്റ്റായ യൂസേജ് ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് പറയാം ഈ സെൻറ്റൻസിൽ നോ എററാണ്. ഈ സെൻറ്റൻസിൽ എററൊന്നുമില്ല. ഓക്കെ.
reached, sorry, he just reached here after a long tour. ഒരു ലോങ് ടൂറിന് ശേഷം അവൻ ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയണ മീനിങ്ങിലാണെങ്കിൽ അവിടെ കാര്യം പാസ്റ്റ് ആക്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് യൂസ് ചെയ്യണേ. സോ ഹീ ജസ്റ്റ് റീച്ച്ഡ് അല്ല, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പറയാം ഹീ ഹാസ് ജസ്റ്റ് റീച്ച്ഡ്. He has just reached here after a long tour. ഒരു ലോങ് ടൂറിന് ശേഷം അവൻ ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പം നടന്നേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യണേ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് യൂസ് ചെയ്യണേ. മനസ്സിലായല്ലോ? യെസ്. I could not remember what did he say to me. What did he say to me? Yes. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്? എനിക്ക് ഓർത്തെടുക്കാൻ പറ്റണില്ല. ഐ കുഡ് നോട്ട് റിമെമ്പർ, എനിക്ക് ഓർമ്മ കിട്ടണില്ല അല്ലെങ്കിൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റണില്ല. വാട്ട് ഡിഡ് ഹീ സേ ടു മീ, അവൻ എന്നോട് എന്താണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. നോക്കിക്കോളൂ, നമ്മൾ പറഞ്ഞു ഡിഡ് ആയാലും അല്ലെങ്കിൽ ഡു ആയാലും ഡസ് ആയാലും ഇല്ലേ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഡിഡ് യു സേ, വേർ ഡിഡ് യു ഗോ അല്ലേ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളതൊക്കെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. വാട്ട് ഡിഡ് ഹി സേ ടു മീ, വാട്ട് ഡിഡ് ഹി സേ ടു മീ എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളിവിടെ തന്നേക്കണേ. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻട്രോഗേറ്റീവ് എന്ന് പറയും. അതായത് ഇൻഡയറക്റ്റ് ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാവും. ആ സെൻറ്റൻസിൽ ഒരു പാർട്ട് ഒരു പ്ലെയിൻ സെൻറ്റൻസ് ആയിരിക്കും, നമുക്കൊരു പ്ലെയിൻ സെൻറ്റൻസ് ആയിരിക്കും. രണ്ടാമത്തെ പാർട്ട് ഒരു ഇൻട്രോഗേറ്റീവ് ഫോമിലുള്ളതായിരിക്കും. നമുക്കറിയാം ജനറലി ഒരു സെൻറ്റൻസ് ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മൾ യൂസ് ചെയ്യണത്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഫുൾ സ്റ്റോപ്പ് ആണ്. അതിനർത്ഥം ഇവിടെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്യോർലി ഇൻട്രോഗേറ്റീവ് ആയ സെൻറ്റൻസ് അല്ല. അതായത് നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിലൊരു പാർട്ട് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്, രണ്ടാമത്തെ പാർട്ട് ഒരു ഇൻട്രോഗേറ്റീവ് പാർട്ടായിട്ട് വന്ന സമയത്ത് നമ്മൾ അതിനെ ഒരു പ്യോർ ഇൻട്രോഗേറ്റീവ് ഫോമിലല്ല നമ്മളത് യൂസ് ചെയ്യണ്ടേ. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വാട്ട് ഡിഡ് ഹീ സേ ടു മീ ആണ്. വാട്ട് ഡിഡ് ഹീ സേ ടു മീ എന്നല്ല വരണ്ടേ, വാട്ട് ഹീ സെഡ് ടു മീ എന്നാണ് വരേണ്ടത്. വാട്ട് ഹീ സെഡ് ടു മീ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതുവാണ്. നമ്മളിവിടെ ഈ ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതുവാണ്. വാട്ട് ഹീ സെഡ് ടു മീ. വാട്ട് ഡിഡ് ഹീ സേ ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയി. പക്ഷേ ഇവിടെ നമുക്കറിയാം ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ പൊതുവേ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കാണ് യൂസ് ചെയ്യണത്. പക്ഷേ സിമ്പിൾ സെൻറ്റൻസും അതിനുശേഷം ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസും വരുന്ന സമയത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ അതിൻ്റെ സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഫോമിലേക്ക് മാറ്റും. വാട്ട് ഹീ സെഡ് ടു മീ. മനസ്സിലായോ? ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. I don't know what is his name. Yes, what is his name. അപ്പോൾ ഈ ഒരു ഇത് നോക്കിക്കോളൂ. ഇപ്പോൾ ഈ വാട്ട് ഈസ് ഹിസ് നെയിം, എന്താണ് അവൻ്റെ പേര്, ഇത് എന്ത് ഫോമാണ്? ഇതൊരു ഇൻട്രോഗേറ്റീവ് ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ നോർമൽ സെൻറ്റൻസിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പം
വാട്ട് ഹിസ് നെയിം ഈസ്. വാട്ട് ഹിസ് നെയിം ഈസ്. അവൻ്റെ പേരെന്താന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. വേറൊരു എക്സാമ്പിൾ എഴുതാം. I know where is he from. I know where is he from. അല്ലേ? ഈ where is he from എന്നുള്ളത് എന്താണ്? ആക്ച്വലി അതൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. പക്ഷെ ഇത് നമുക്ക് സിമ്പിൾ ഫോമിലേക്കാണ് നമുക്ക് മാറ്റി എഴുതേണ്ടത്. where is he from അല്ല, where he is from. പൊതുവേ നമ്മുടെ സെൻറ്റൻസിൽ എങ്ങനെയാണ് വരിക? പൊതുവേ നമ്മുടെ സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അതിനുശേഷം നമുക്ക് വെർബ് ഉണ്ടാവും. സിമ്പിൾ സെൻറ്റൻസിൻ്റെ രീതി എപ്പോഴും അങ്ങനെയാണ്. നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ടാവും, അതിനുശേഷമായിരിക്കും നമ്മുടെ വെർബ്. അപ്പോൾ വേർ ഈസ് ഹീ ഫ്രം, ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ വെർബും പിന്നെ നമുക്ക് സബ്ജക്റ്റുമാണ്. നമ്മൾ അതിനെ നേരെ തിരിച്ചെഴുതും. വേർ ഹി ഈസ് ഫ്രം. ഇവിടെ എന്താണ്? ഈസ് ഹിസ് നെയിമിന് പകരം വാട്ട് ഹിസ് നെയിം ഈസ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഈ സെൻറ്റൻസിൽ? ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഹിസ് നെയിം ആണ്. സോ വാട്ട് ഹിസ് നെയിം ഈസ്. അതേപോലെ ഇവിടെ വാട്ട് ഹി സെഡ് ടു മീ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചില സമയത്ത് ചോദിച്ച് കാണാറുണ്ട്. ഒരു ഇൻഡയറക്റ്റ് ഇൻട്രോഗേറ്റീവ് എന്ന് നമ്മൾ പറയും. ഒരു സെൻറ്റൻസിൽ നമുക്ക് സിമ്പിളായ ഒരു സെൻറ്റൻസും ഉണ്ടാവും, ഒരു ഇൻട്രോഗേറ്റീവ് പാർട്ടും ഉണ്ടാവും. സോ ആ ഇൻട്രോഗേറ്റീവ് പാർട്ടിനെ നമ്മൾ ഏത് ഫോമിലേക്ക് മാറ്റും? സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റും. ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ, അതായത് സബ്ജക്റ്റ് ആദ്യം, നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സബ്ജക്റ്റ് ആദ്യവും പിന്നെ വെർബും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ നിന്ന് നമുക്ക് സിമ്പിൾ സെൻറ്റൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. യെസ്. There is going my brother, said Amit when he is in a dilemma. ഓക്കെ, ഇത് സിമ്പിളാണ്, നമുക്കറിയാം. ദയർ അല്ലെങ്കിൽ ഹിയർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യണത്. ദയർ ഗോസ് മൈ ബ്രദർ. മൈ ബ്രദർ ഗോസ് ദയർ. മൈ ബ്രദർ ഗോസ് ദയർ എന്നുള്ളതിനെയാണ് നമ്മൾ തിരിച്ചെഴുതിയേക്കണം. മനസ്സിലായല്ലോ? ഇവിടെ ഗോ ആണോ വരേണ്ടത്, ഗോസ് ആണോ വരേണ്ടത്? ഗോ അല്ലെങ്കിൽ ഗോസ് ആണ് വരേണ്ടത്. നമുക്കറിയാം ഇവിടെ എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരേണ്ടത്. ഇവിടെ മൈ ബ്രദർ ഗോസ് ദയർ എന്നുള്ളതിനെയാണ് നമ്മൾ തിരിച്ച് ദയർ ഗോസ് മൈ ബ്രദർ എന്ന് എഴുതിയത്. മൈ ബ്രദർ എന്താണ്? സിംഗുലർ ആണ്. സോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. സോ അവിടെ എന്താണ് വരേണ്ടത്? ഗോസ് ആണ് വരേണ്ടത്. യെസ്, സിമ്പിളാണ്. While she was studying, I had been watching TV with my friends in my room. അപ്പം അവൾ ടി വി കണ്ടുകൊണ്ടിരുന്നു, അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ റൂമിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. നോക്കിക്കോളൂ, വൈൽ എന്നുള്ള വേർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം രണ്ട് ആക്ഷൻസ് നടക്കുവാണ്, രണ്ടും പാരലൽ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പാസ്റ്റിലാണ് ഈ ആക്ഷൻസ് നടക്കുന്നത്. രണ്ട് ആക്ഷൻ പാസ്റ്റിലും പാരലലായിട്ട് നടക്കുവാണെങ്കിൽ രണ്ട് ആക്ഷൻസിൻ്റെ കൂടെയും നമ്മൾ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ വാസ് സ്റ്റഡിങ് തന്നിട്ടുണ്ട്, കറക്റ്റാണ്. ഹാഡ് ബീൻ വാച്ചിങ് അല്ല, I was watching TV with my friends in my room. അപ്പം while she was studying, I was watching TV with my friends in my room. മനസ്സിലായല്ലോ? രണ്ട് ആക്ഷൻസിൻ്റെ കൂടെയും നമ്മൾ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. യെസ്. അപ്പം നമ്മൾ ഓരോരോ ടെൻസിൻ്റെയും സിൻടാക്സ് എന്തിനാണ് പഠിച്ചതെന്നുള്ളത് മനസ്സിലായല്ലോ. നമുക്ക് ആ സിൻടാക്സ് ആണ് തീരുമാനിക്കണത് അത് ഏത് ടെൻസ് ആണെന്നുള്ളത്. അപ്പോൾ ഓരോരോ ടെൻസും ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യണമെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ടെൻസിൻ്റെ സിൻടാക്സ് എന്താണെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് ആ പർട്ടിക്കുലർ ടെൻസിലാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. യെസ്. By this time
next year he has had settled himself in London. അല്ലേ, settled himself in London. അപ്പോൾ എന്താണ്, by this time next year he has had settled himself in London. അതായത് നെക്സ്റ്റ് ഇയർ ഈ സമയം ആവുമ്പോഴേക്കും അവൻ എവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും? അവൻ ലണ്ടനിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ ഒരു സമയത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് നമ്മൾ പറയുവാണെങ്കിൽ ദർ വി യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അല്ലേ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഒരൊറ്റ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യണേ. ആ കോണ്ടെക്സ്റ്റ് ആണ് ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സമയം, പറഞ്ഞ സമയത്തിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യണത്. സോ ഹാസ് ഹാഡ് സെറ്റിൽഡ് അല്ല, വിൽ ഹാവ് സെറ്റിൽഡ് ആണ്. ഹാസ് ഹാഡ് സെറ്റിൽഡ് അല്ല, വിൽ ഹാവ് സെറ്റിൽഡ് ആണ്. ഇവിടെ ഹീ ആയതുകൊണ്ട് ഇവിടെ ഹാസ് ആണെന്ന് വിചാരിക്കരുത്. ഹീ ആയാലും ഷീ ആയാലും ദേ ആയാലും വി ആയാലും നമുക്കറിയാം വിൽ എന്ന് പറയുന്നത് മോഡൽ വെർബാണ്. മോഡൽ വെർബിന് ശേഷം എപ്പോഴും എന്താണ് വരിക? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, അതും അതിൻ്റെ പ്ലൂറൽ ഫോം ആണ് വരിക. സോ ഹാവ് ആണ്. മനസ്സിലായല്ലോ? യെസ്. The teacher told us that we should stay at home if it rains. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ടോൾഡ് അസ് ആണ്. ടീച്ചർ ഞങ്ങളോട് പറഞ്ഞതാണ്. സോ ഈ ഇവൻറ്റ് പാസ്റ്റിലുള്ള ഇവൻ്റാണ്. അപ്പോൾ ഈ ഇവൻറ്റ് പാസ്റ്റിലാവുമ്പം നമ്മൾ ഇതിൽ വരുന്ന എല്ലാ വെർബും ഏത് ടെൻസിലായിരിക്കണം? പാസ്റ്റ് ടെൻസിലായിരിക്കണം. അപ്പം ടീച്ചർ ടോൾഡ് അസ് ദാറ്റ് വി ഷുഡ് സ്റ്റേ അറ്റ് ഹോം ഇഫ് ഇറ്റ് റെയിൻസ് അല്ല, ഇഫ് ഇറ്റ് റെയിൻഡ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ ദ ടീച്ചർ tells us that we should stay at home. Stay at home if it rains. ഇവിടെ എല്ലാ ടെൻസും എന്താണ്? ഇവിടെ എല്ലാ ടെൻസും പ്രസന്റ് ടെൻസ് ആണ്. കാരണം ടീച്ചർ ഞങ്ങളോട് പറയുവാണെന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ പ്രസന്റ് ടെൻസിലാവുമ്പം എല്ലാ വെർബും നമുക്ക് പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യാം. ഇവിടെ ടോൾഡ് എന്നാണ് തന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇഫ് ഇറ്റ് റെയിൻഡ് ആണ്. മനസ്സിലായല്ലോ? യെസ്. ഒരു സിമ്പിളായ ഒരു സെൻറ്റൻസ് ആയിരുന്നു. ഓക്കെ, Neelam arrived here, did all the preparations, and then has called on one of her intimate friends. അല്ലേ? യെസ്. ഓക്കെ, അപ്പം നീലം വന്നു, അവൾ എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ കുറച്ച് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിൽ ആരോ ഒരാളെ അവൾ വിളിച്ചു. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ആൻഡ് എന്നുള്ള കൺജക്ഷനിൽ വരുവാണെങ്കിൽ, സെൻറ്റൻസസിൽ ആൻഡ് അല്ലെങ്കിൽ കോമ കൊണ്ടൊക്കെ സെപ്പറേറ്റഡ് ആണെങ്കിൽ നമ്മളവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ സെൻറ്റൻസിൽ വരുന്ന എല്ലാ ടെൻസും, ആ സെൻറ്റൻസിലുള്ള എല്ലാ വെർബിൻ്റെ ടെൻസും സെയിം ആയിരിക്കണം.
ഓക്കെ, സെയിം പാറ്റേണിലുള്ളതാണെങ്കിൽ. അപ്പോൾ ഇവിടെ നീലം വന്നു, നീലം വന്നിട്ട് എന്താണ് ചെയ്തത്? അവൾ എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ ഏതോ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ അവൾ വിളിച്ചു വരുത്തി എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഹാസ് കോൾഡ് എന്ന് പറയുമ്പം അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. ഇവിടെ ഹാസ് കോൾഡ് വേണ്ട, ബാക്കി രണ്ടും അറൈവ്ഡ് ആയാലും ഡിഡ് ആയാലും അതൊക്കെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സോ ഇവിടെ വരേണ്ടതും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സോ ആൻഡ് ദെൻ കോൾഡ് ഓൺ വൺ ഓഫ് ഹർ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്. നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിൽ പഠിച്ചു, വൺ ഓഫിന് ശേഷം വരേണ്ടത് എന്താണ്? പ്ലൂറൽ നൗൺ ആണ്. അതും കറക്റ്റ് ആണ് അല്ലേ? യെസ്. ഓക്കെ, the victim tried us to tell what has happened, but his words were not audible. വിക്ടിം നമ്മളോട് പറയാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. എന്താണ് നടന്നതെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. പക്ഷേ അവൻ്റെ വേർഡ്സ് ഒന്നും ക്ലിയർ അല്ലായിരുന്നു. അവൻ്റെ വേർഡ്സ് നമുക്ക് ക്ലിയർ ആയി കേൾക്കാൻ പറ്റണില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് അവർ തന്നിട്ടുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പക്ഷെ അവൻ്റെ വേർഡ്സ് ഓഡിബിൾ അല്ല എന്നുള്ളതൊരു കാര്യം. അതിന് മുമ്പ് അവൻ എന്താണ് ചെയ്തത്? അതിന് മുമ്പ് അവന് പറയാനുള്ള കാര്യങ്ങൾ അവൻ പറയുമായിരുന്നു. സോ നമുക്കറിയാം, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വാട്ട് ഹാഡ് ഹാപ്പൻഡ് ആണ്, എന്താണ് നടന്നതെന്നുള്ളതാണ് അവൻ പറയണത്. മനസ്സിലായല്ലോ? യെസ്. The old man who is sitting in that room lived here for more than a month, but he never created a problem. നോക്കിക്കോളൂ, അവിടെ ആ റൂമിലിരിക്കുന്ന ഓൾഡ് മാൻ ഇവിടെ 1 മാസത്തിലധികം താമസിക്കുവാണ്. അയാൾ ഇതുവരെ ഒരു പ്രോബ്ലവും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ സെൻറ്റൻസ് നോക്കിക്കോളൂ. ഈ സെൻറ്റൻസിൽ നമ്മൾ പറയുമ്പോൾ 2 എറർ ഉണ്ട്. ഒന്നാമത്തെ എറർ ഫോർ മോർ ദാൻ എ മന്ത് അല്ലെ, 1 മാസത്തിലധികം, ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ്, ഒന്നെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. 3 പ്രസന്റ് ഇപ്പോഴും കോണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യും. പാസ്റ്റിൽ തന്നെ അത് കഴിഞ്ഞു പോയെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഫ്യൂച്ചറിൽ കുറച്ച് കാലത്തിനും കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ പ്രസൻറ്റ് വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്. സോ ഹാസ് ബീൻ ലിവിങ് ഹിയർ ആണ്. ഹാസ് ബീൻ ലിവിങ് ഹിയർ ഫോർ മോർ ദാൻ എ മന്ത്, ബട്ട് ഹി നെവർ ക്രിയേറ്റഡ് എ പ്രോബ്ലം. നമ്മൾ പഠിച്ചു നെവർ, എവർ, സോ ഫാർ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ഹി ഹാസ് നെവർ ക്രിയേറ്റഡ് എ പ്രോബ്ലം.
ഹി ഹാസ് നെവർ ക്രിയേറ്റഡ്. ചിലർ വിചാരിക്കും ഹി നെവർ ഹാസ് ക്രിയേറ്റഡ് എന്ന് എന്താ എഴുതാത്തത്. നമ്മുടെ അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അഡ്വർബിൽ നമ്മൾ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു അഡ്വർബ് എന്നുള്ള ചാപ്റ്ററിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എപ്പോഴും മെയിൻ വെർബിന് മുമ്പാണ് വരാറ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരൊറ്റ വെർബേ ഉള്ളെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, നമ്മുടെ മെയിൻ വെർബിന് മുമ്പ് നമുക്ക് എഴുതാം. ഇനി അതല്ല ഒരു സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബും ഉണ്ടെങ്കിൽ ഹെൽപ്പിംഗ് വെർബിന് ശേഷം മെയിൻ വെർബിന് മുമ്പാണ് നമ്മൾ എന്ത് എഴുതുക, നമ്മൾ അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എഴുതണം. മനസ്സിലായല്ലോ? നമ്മൾ ഈ റൂള് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ അഡ്വർബിൻ്റെ ചാപ്റ്ററിൽ. അഡ്വർബിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു 4-5 വീഡിയോസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അഡ്വർബിനെ ബേസ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണോ അറിഞ്ഞിരിക്കേണ്ടത് അതെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യെസ്.